നമസ്കാരം. ഇന്നത്തെ വീഡിയോ സുമുവായ ഐലൻഡിലെ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ജവാങ് കോവ് ബീച്ച് റിസോർട്ട് എന്നാണ് ഈ താമസിച്ച സ്ഥലത്തിൻ്റെ പേര്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ റിസോർട്ടിൽ താമസിക്കാൻ രാത്രിയോടുകൂടിയാണ് എത്തിയത്. അതുകൊണ്ട് രാത്രി റിസോർട്ടിലെ കാഴ്ചകളൊന്നും കണ്ടില്ല. ഇവിടെ മൊത്തത്തിൽ താമസിച്ചത് 2 രാത്രിയും 3 പകലുമാണ്. ആദ്യ ദിവസം തന്നെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പായി കിട്ടിയ സമയത്ത് റിസോർട്ടൊന്ന് ചുറ്റി നടന്ന് കണ്ടു. വളരെ ആധുനികമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള വില്ലകളാണ് ഈ റിസോർട്ടിലുള്ളത്. എല്ലാം തന്നെ തായ് സ്റ്റൈലിലുള്ള വില്ലകളായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് എല്ലാ മോഡേൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പൂൾ വില്ലകളുണ്ട്, പ്രൈവറ്റ് ബീച്ച് ഓപ്പണിങ്ങുള്ള വില്ലകളുണ്ട്, അതേപോലെ തന്നെ റൂംസിൻ്റെ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൂടാതെ റിസോർട്ടിനോടനുബന്ധിച്ച് സ്പാകൾ, ജിംനേഷ്യം, തായ് മസാജിൻ്റെ സൗകര്യങ്ങൾ, പൂളിനോടനുബന്ധിച്ച് ബാർ കൗണ്ടറുകൾ, ഡൈനിങ് ഏരിയ തുടങ്ങിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഡൈനിങ് ഏരിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൈനിങ് ഏരിയ ബീച്ച് ഫേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സഞ്ചാരികളായിട്ട് എത്തിയിട്ടുള്ള മിക്കവാറും എല്ലാ ആളുകളും ഇവിടെയുള്ള മിക്കവാറും എല്ലാ ഫെസിലിറ്റിയും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഒരുപക്ഷെ അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടാണ് അവരുടെ ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് തോന്നി. സഞ്ചാരികളായിട്ട് വന്നിട്ടുള്ള മിക്കവരും തായ് മസാജിനും സൺബാത്തിനും ബീച്ചിൽ നീന്താനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഇവിടെ താമസിക്കുന്ന മിക്കവരും തന്നെ താമസിക്കുന്ന 1-2 ദിവസത്തിനുള്ളിൽ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്ന് ഉപയോഗിക്കുന്നതായിട്ട് തോന്നി. ഞങ്ങളും ഏകദേശം കിട്ടുന്ന സമയമെല്ലാം തന്നെ ഈ റിസോർട്ടിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. രാവിലെ നേരത്തെയുള്ള ബീച്ചിലെ കാഴ്ചകൾ ഭംഗിയുള്ളതായിരുന്നു. വളരെ വൃത്തിയായിട്ടാണ് അവർ ആ ബീച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രാവിലെ ഞങ്ങൾ ബീച്ച് കാണാൻ വരുന്ന സമയത്ത് സൺബാത്തിനുള്ള ബെഡുകളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ബീച്ചിൽ ഒരു വേസ്റ്റോ അതല്ലെങ്കിൽ ഒരു ചവറോ അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല. എല്ലാം വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. വിനോദയാത്രക്കിടയിലും പലരും രാവിലത്തെ എക്സസൈസും ജോഗിങ്ങും ഒന്നും മറക്കുന്നില്ല എന്നുള്ള കാഴ്ചകളും ഒക്കെ ഞങ്ങൾ ആ ബീച്ചിൽ നിന്ന് കണ്ടു. ഞാനും ജിഷ്ണയും രാവിലത്തെ സൂര്യോദയം കാണാനായിട്ടാണ് ബീച്ചിൽ പോയത്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു, വളരെ വൃത്തിയുള്ള കാഴ്ചയായിരുന്നു എന്ന് വേണം പറയാൻ. വളരെ ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നതിലപ്പുറം വളരെ വൃത്തിയുള്ള കാഴ്ച എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാര്യം നമ്മുടെ നാട്ടിലെ ബീച്ചുകൾക്കും ഇതേപോലെ വൃത്തിയാവാൻ കഴിയും. പ്രകൃതിദത്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് കടലിലെ വെള്ളത്തിൻ്റെ കളറിലെല്ലാം വ്യത്യാസമുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിലെ ബീച്ചിനും ഇതുപോലെയോ ഇതിനേക്കാളും ഒക്കെ ഭംഗിയാവാനും വൃത്തിയാവാനും കഴിയും. ഏകദേശം കേരളത്തിൻ്റെ സമാനമായ കാലാവസ്ഥയുള്ള ഈ പ്രദേശങ്ങളിലേക്കെല്ലാം വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഒന്ന് ആ വിദേശ സഞ്ചാരികളോടുള്ള ഈ രാജ്യത്തിൻ്റെ പെരുമാറ്റം, 2 അവർ വിദേശ സഞ്ചാരികൾക്കായിട്ടും അല്ലെങ്കിൽ അവർ പൊതുവെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വൃത്തിയും സൗകര്യങ്ങളും. ഐലൻഡിൻ്റെ പല ദിക്കിൽ നിന്നുള്ള കാഴ്ചകൾ വ്യത്യസ്തമാണ്. കാര്യം സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ ഒരു ഭാഗം മഞ്ഞ നിറത്തിലാണ് കാണുന്നതെങ്കിൽ വളരെ അടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് തിരിയുന്ന സമയങ്ങളിൽ കടൽ നീല നിറത്തിലും കൂടിയാണ് കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണത്. സൂര്യൻ ഉദിച്ചതിന് കൂടെ തന്നെ സഞ്ചാരികളും ആക്റ്റീവായി തുടങ്ങി. സഞ്ചാരികളിൽ മിക്കവാറും ആളുകൾ സൺബാത്തിനും ബീച്ചിൽ കുളിക്കുകയൊക്കെ ആയിട്ട് ഇറങ്ങിത്തുടങ്ങി. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളൊക്കെ ആക്റ്റീവായി തുടങ്ങി. ബീച്ച് സൈഡിലുള്ള മസാജ് പാർലറുകളെല്ലാം 10 മണിക്കാണ് ഓപ്പൺ ആവാറ്. തായ് മസാജ് ഒരു ഹൃദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. കാര്യം ഏകദേശം 1 മണിക്കൂർ മസാജ് ചെയ്യാനായിട്ട് 300 തായ് ബാത്താണ്. ഏകദേശം 600 രൂപയ്ക്ക് മുകളിലായിട്ടാണ് അതിൻ്റെ ഫീസായിട്ട് വരുന്നത്. ഈ റിസോർട്ടിൽ തന്നെ കയാക്കിങ്, സ്നോർക്കലിങ്, വിൻഡ് സർഫിങ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസിനായിട്ടുള്ള സൗകര്യങ്ങളുമുണ്ട്. പഞ്ചസാര പോലെ വെളുത്ത് തരിയായ മണലും നീല നിറത്തിലുള്ള വെള്ളവുമാണ് ഈ റിസോർട്ടിന് പരിസരത്തുള്ള ബീച്ചിലെ കാഴ്ച. മിക്കവാറും തായ്ലാൻഡിലെ മിക്കവാറും ബീച്ചുകളിലുള്ള വെള്ളത്തിൻ്റെ നിറം നീല നിറമോ പച്ച നിറമോ ആണ്. സൂര്യോദയം കാണാനായിട്ടാണ് ബീച്ചിലേക്ക് വന്നത്.
കുറേയധികം നേരം ബീച്ചിൽ നിന്ന് സമയം കളഞ്ഞു. കുറേയധികം ഫോട്ടോ എടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ഇതെല്ലാത്തിനും ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് പോയി. ഒരു ചായ എല്ലാം കുടിച്ച് അവിടെ ഇരുന്നു കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഇരുന്നിട്ടാണ് ഞാൻ കടലിലെ കാഴ്ചകൾ കണ്ടത്. അപ്പോഴേക്കും കടൽ കാണാനുള്ള സഞ്ചാരികളുടെ എണ്ണവും അതുപോലെ തന്നെ സൺബാത്തിനുള്ള ആളുകളുടെ എണ്ണം എല്ലാം കൂടിക്കൂടി വന്നിരുന്നു. ഈ കടൽ തീരത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട്. എല്ലാ റിസോർട്ടിൻ്റെയും ഒരു വശം ഓപ്പൺ ചെയ്യുന്നത് ഈ കടലിലേക്കാണ്. അതൊരു വലിയ വിനോദസഞ്ചാര സാധ്യതയായിട്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തൃശ്ശൂരുള്ള നാട്ടിക ബീച്ചിൽ വളരെ കുറച്ച് ഏരിയ ഒരു പ്രൈവറ്റ് ബീച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും ഇതേപോലെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയൊരിക്കൽ ഈ റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ ഈ കാഴ്ചകളിലേക്കോ തിരിച്ചു വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഒരുപാട് ഓർമ്മകളെ ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ ആക്കി മാറ്റി. സാങ്കേതികവിദ്യയുടെ വളർച്ച ഭൂഖണ്ഡങ്ങളുടെ ദൂരം മണിക്കൂറുകൾ കൊണ്ട് കവർ ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു. ഒരുപക്ഷെ ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഇനി വരാൻ പോകുന്ന സാങ്കേതികവിദ്യയുടെ ഗുണം കൊണ്ട് ഇന്ന് അനുഭവിച്ച പോലെ അതേ രീതിയിൽ നാളെ നമുക്ക് അനുഭവിക്കാൻ കഴിയാൻ സാധ്യതയുണ്ട്. ഈ AI പോലെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് രണ്ടാമതും ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരമൊരു വിദൂര സാധ്യതയെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടുമാണ് ഞാൻ ഈ രാത്രിയും പകലും ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളും പകർത്തിയത്. രാത്രികാലങ്ങളിൽ റിസോർട്ടും പരിസരവും അല്ലെങ്കിൽ കടൽ തീരങ്ങളും എല്ലാം വളരെ വളരെ ശാന്തമാണ്. പക്ഷേ തെരുവുകൾ ആഘോഷത്തിലാണെന്ന് വേണം പറയാൻ. നിശാ ക്ലബ്ബുകളും സ്മോക്കിംഗ് ക്ലബ്ബുകളും കഞ്ചാവ് പാർലറുകളൊക്കെ ആയിട്ട് ഒരു പകലോളം ആ ലഹരിയുടെ ആഘോഷങ്ങളിലാണ് ആ രാത്രി അവസാനിക്കുന്നത്.